സെൽവിൻ. ഞാൻ പറവൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ MG യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ചെയ്യുന്നൊരു വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ ഞാൻ റിസർച്ചൊക്കെ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ പെട്ടെന്ന് സ്റ്റൈപ്പൻ്റൊക്കെ നിന്നു, എൻ്റെ റിസൾട്ടുകളൊക്കെ എനിക്ക് കിട്ടാതെ വന്നു. അപ്പോൾ ആകെ ബുദ്ധിമുട്ടായി. എൻ്റെ പപ്പ ഒരു KSRTC പെൻഷനറാണ്. എൻ്റെ പപ്പയുടെ വരുമാനം മാത്രമേ ഉള്ളൂ എൻ്റെ വീട്ടിൽ. അപ്പോൾ പപ്പയുടെ വരുമാനം കൊണ്ട് എനിക്ക് റിസർച്ച് മുന്നോട്ട് പോകില്ല. അപ്പോൾ എനിക്ക് എൻ്റെ പഠനം നിന്നു, എൻ്റെ ഭാവിയൊക്കെ അനിശ്ചിതാവസ്ഥയിലായി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു സ്റ്റാറ്റസ് കണ്ടു. അപ്പോൾ ആ കുട്ടിയുടെ അവളുടെ സാക്ഷ്യം കണ്ടിട്ടാണ് ഞാൻ ജൂൺ 10 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തിട്ട് ഞാൻ ജൂൺ 10 എടുത്ത ശേഷം ഓഗസ്റ്റ് ആയപ്പോഴാണ് ഞാൻ ശരിക്കും ഉടമ്പടിയിൽ ധൈര്യപൂർവ്വം ആത്മധൈര്യത്തോടെ ഞാൻ ഉടമ്പടിയിലായത്. അപ്പോൾ ഇനി ഈശോ എന്നെ നയിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ആ ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഞാൻ പേപ്പർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഗസ്റ്റ് 15 ഞാനത് സബ്മിറ്റ് ചെയ്തു. പക്ഷേ എനിക്ക് അതിലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അത് ഞാൻ പ്രിപ്പയർ ചെയ്തത് എനിക്കതിലൊരു വാല്യൂ, ഒരു കോൺഫിഡൻസോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തോ ഒരു ആത്മധൈര്യത്തിൽ ഞാനത് സബ്മിറ്റ് ചെയ്തു. അത് മാതാവിൻ്റെ ഓഗസ്റ്റ് 15 തന്നെയാണ് ഞാനത് സബ്മിറ്റ് ചെയ്തത്. അതിനുശേഷം ഞാൻ നിയോഗത്തിൽ വിദേശത്ത് പോകാനുള്ള കാര്യം വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വിദേശത്ത് പോകാൻ യാതൊരു ചിന്തയോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാനത് വെച്ചിരുന്നു. അങ്ങനെ എനിക്ക് ആപ്ലിക്കേഷൻസ് അയക്കാനുള്ള കോൺഫിഡൻസും ഉണ്ടായിരുന്നില്ല. കാരണം എനിക്കതുള്ള മെറിറ്റ് ഇല്ല എന്നായിരുന്നു എൻ്റെ ഒരു ചിന്ത. പക്ഷേ അതിന് ശേഷം എനിക്ക് ആപ്ലിക്കേഷൻസ് അയക്കാനുള്ളൊരു കോൺഫിഡൻസും അങ്ങനെ ലഭിച്ചു. പിന്നെ 2 പ്രൊഫസേഴ്സ് എനിക്ക് അപ്പോൾ മറുപടി തന്നു. അതിലൊരു പ്രൊഫസർ ഒരു ജാപ്പനീസ് പ്രൊഫസറും ആയിരുന്നു, പിന്നെ ഒരു സ്പാനിഷ് പ്രൊഫസറും ആയിരുന്നു എനിക്ക് മറുപടി തന്നത്. പിന്നെ ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും അവിടെ വെച്ചായിരുന്നു ഈ രണ്ടുപേരുടെ മീറ്റിംഗ് നടന്നത്. അപ്പോൾ മീറ്റിങ്ങിലെ സ്പാനിഷ് പ്രൊഫസറിൻ്റെ ചോദിച്ച ക്വസ്റ്റ്യൻസ് എനിക്ക് മാതാവ് നേരത്തെ തന്നെ എനിക്ക് പറഞ്ഞു തന്നിരുന്നു. എനിക്കപ്പോൾ വളരെ നന്നായിട്ട് എനിക്കത് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. പക്ഷേ എനിക്ക് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഒരു പേടി, ഭയം തോന്നി. പക്ഷേ പെട്ടെന്നൊരു ആത്മധൈര്യം ഉള്ളിൽ നിന്ന് വന്നു. കാരണം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്നത്, എന്നെയും പ്രൊഫസറിനെയും സൃഷ്ടിച്ചത് ഒരു ദൈവമാണ്, പിന്നെ ദൈവം എൻ്റെ പക്ഷത്തുണ്ട്, പിന്നെ ഞാൻ എന്തിനാണ് ഭയപ്പെടുന്നത് എന്നൊരു ആത്മധൈര്യം എനിക്ക് വന്നു. ഞാൻ വളരെ ആത്മധൈര്യത്തോടെ ഞാൻ മീറ്റിങ്ങിൽ പങ്കെടുത്തു. പിന്നെ അതിനുശേഷം എനിക്ക് വേറെ റിപ്ലൈസ് ഒന്നും വരുന്നുണ്ടായിരുന്നില്ല. ജാപ്പനീസ് പ്രൊഫസറിൻ്റെ വരുന്നുണ്ടായി, പക്ഷേ സ്പാനിഷ് പ്രൊഫസറിൻ്റെ ഒന്നും വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എനിക്കപ്പോൾ മാതാവിൻ്റെ ഒരു തീരുമാനം എനിക്കറിയണം, മാതാവിൻ്റെ ഇഷ്ടം എന്താണെന്ന് എനിക്കറിയണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒക്ടോബർ 28 പ്രാർത്ഥനാപൂർവ്വം ഞാൻ ജപമാല റാലിയിൽ പങ്കെടുത്ത്. അപ്പോൾ മാതാവിൻ്റെ എനിക്കൊരു തീരുമാനം, എൻ്റെ തീരുമാനത്തിൻ്റെ കൂടെ എൻ്റെ മാതാവ് ഉണ്ടോ എന്ന് എനിക്കറിയണമായിരുന്നു. അങ്ങനെ ഒക്ടോബർ 28 ഞാൻ പങ്കെടുത്ത ശേഷം ഞാൻ ഡിസംബർ 1 ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ എനിക്ക് 3 ഘട്ട പത്രം ലഭിച്ചിരുന്നു. ഞാനത് പ്രാർത്ഥനാപൂർവ്വം എല്ലാവർക്കും ഞാൻ പത്രം വിതരണം ചെയ്യുകയും വിശക്കുന്നവർക്കൊക്കെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഡിസംബർ 5 എനിക്ക് ഒരു മെയിൽ വന്നിരിക്കുകയാണ്. 48 മണിക്കൂറിനുള്ളിൽ എൻ്റെ പേപ്പർ റിവിഷൻ ചെയ്ത് അയക്കണം. അതിലൊരു പുതിയ ഒരു പിക്ചറും വരയ്ക്കണം. ഞാൻ ഈ പേപ്പറിലുള്ള ഓരോ പിക്ചറും വരച്ചതൊരു 3 ആഴ്ച സമയം എടുത്തിട്ടാണ്. പക്ഷേ ഈ 48 മണിക്കൂറിനുള്ളിൽ ഒരു പിക്ചർ, ഒരിടത്തും പബ്ലിഷ് ചെയ്യാത്തൊരു പിക്ചർ വരയ്ക്കണം. പക്ഷേ എനിക്ക് ഡിസംബർ 6 ഉച്ചയോടെ എനിക്കത് വരച്ച് പൂർത്തിയാക്കാൻ സാധിച്ചു. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അതിൻ്റെ കമൻസ് ഉണ്ട്, ആ കമൻസ് നമ്മൾ എഴുതി കൊടുക്കണം. പക്ഷേ എനിക്കതൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ ഒപ്പം മാത്രമേ എനിക്കത് പൂർത്തീകരിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ എനിക്കൊരു മാമുണ്ട്, മാമിൻ്റെ പേര് ഹന്നാജെ മരിയ എന്നാണ്. അപ്പോൾ മാമിന് എപ്പോഴും ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ മാമിൻ്റെ പേരിനൊപ്പം അമ്മയുണ്ട്, അതുകൊണ്ട് അമ്മ എപ്പോഴും മാമിൻ്റെ കൂടെ ഉണ്ടായിരിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് പ്രാർത്ഥിച്ച ശേഷമാണ് ഞാൻ വിളിച്ച ശേഷം അപ്പോൾ മാം പറഞ്ഞു, മീനു നാളെ തന്നെ പോരെ, ഞാൻ ഒപ്പം തന്നെ എല്ലാം ചെയ്തു തരാമെന്ന് എന്നോട് പറഞ്ഞ്. എനിക്ക് പിറ്റേ ദിവസം ഡിസംബർ 7 4:45 വൈകിട്ട് 4:45 മുതൽ രാത്രി 8:45 വരെ ആ സീറ്റിൽ നിന്ന് പോലും എഴുന്നേക്കാതെ ആ മാം എൻ്റെ കൂടെ തന്നെ നിന്ന് ചെയ്തു. അപ്പം ശരിക്കും മാതാവ് അവിടെ തന്നെ ഉണ്ടായിരുന്നു, എനിക്ക് നല്ല ഉറപ്പാണ്. അങ്ങനെ ചെയ്തു വന്നു. ഡിസംബർ 7 തന്നെ എനിക്ക് ഡിസംബർ 7 നന്നായിട്ട് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസമാണല്ലോ. പക്ഷേ എനിക്കത് പ്രാർത്ഥിക്കാൻ സാധിച്ചില്ല, എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ പോകേണ്ടി വന്നു. പക്ഷേ ഡിസംബർ 7 മാതാവ് എനിക്കൊരു ഗിഫ്റ്റ് തന്നു. അന്ന് രാത്രി തന്നെ എനിക്കൊരു മെയിൽ വന്നിരിക്കുകയാണ്, എൻ്റെ പേപ്പർ ആക്സെപ്റ്റഡ് ആയി എന്ന് പറഞ്ഞിട്ട്. ഞാൻ ആ പേപ്പർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ ആക്സെപ്റ്റഡ് എൻ്റെ റിവൈസർ ഡിസംബർ 7 കൊടുത്തിരിക്കുന്നത്. അങ്ങനെ പക്ഷേ എനിക്കറിയില്ല, അതിൽ സ്പാനിഷ് പ്രൊഫസറിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഡിസംബർ 11 പക്ഷേ എനിക്കത് ആ കാര്യം എനിക്കറിയില്ല, പക്ഷേ അത് മാതാവിനറിയാലോ. അപ്പോൾ ഈ ഡിസംബർ 11 സബ്മിറ്റ് ചെയ്യേണ്ട ആപ്ലിക്കേഷനിൽ ഒരു കാര്യമുണ്ട്, അതിൽ പേപ്പർ പബ്ലിഷ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയിൻറ്റ്സ് കൂടും. അപ്പോൾ കറക്റ്റ് ഡിസംബർ 7 തന്നെ എൻ്റെ പേപ്പർ എനിക്ക് മാതാവ് പബ്ലിഷാക്കി തന്ന്. പിന്നെ ഞാൻ പഠിച്ചിരിക്കുന്ന കോഴ്സുകൾ BSc ഇൻഡസ്ട്രിയൽ കെമിസ്ട്രിയും ഡിഗ്രിക്ക് പോസ്റ്റ് ഗ്രാജുവേഷന് പോളിമർ കെമിസ്ട്രിയാണ്. അപ്പോൾ അതേപോലെ തന്നെ ക്രൈറ്റീരിയാസിൽ വന്നിരിക്കുന്ന വേക്കൻസി, ഞാൻ പോളിമർ കെമിസ്ട്രി പഠിക്കാൻ കാരണം എൻ്റെ മെറിറ്റ് കൊണ്ട് എൻ്റെ
എൻ്റെ മെറിറ്റ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് പോളിമർ കെമിസ്ട്രി പഠിക്കേണ്ടി വന്നത്. സാധാരണ നല്ല മെറിറ്റുള്ളവർ പ്യുവർ കെമിസ്ട്രി എടുക്കുള്ളൂ. പക്ഷേ എനിക്കത് പോളിമർ കെമിസ്ട്രി അങ്ങനെ പഠിക്കേണ്ടി വന്നതാണ്. പക്ഷേ അപ്പോൾ മാതാവ് കറക്റ്റ് ഗ്രാജുവേഷനിൽ ഇൻഡസ്ട്രിയൽ കെമിസ്ട്രിയും പോസ്റ്റ് ഗ്രാജുവേഷനിൽ പോളിമർ കെമിസ്ട്രിയും ഉള്ള കുട്ടികളെയാണ് ഈ വേക്കൻസിക്ക് ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു ഈ നോട്ടിഫിക്കേഷൻ. അതിന് പേപ്പറും പബ്ലിഷ് ആയിരിക്കണം. അങ്ങനെ എനിക്കത് എനിക്കത് കൊടുക്കാൻ സാധിച്ചു. പക്ഷേ ആപ്ലിക്കേഷൻ ഞാൻ കൊടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഇത് കംപ്ലീറ്റ് അവരുടെ ലാംഗ്വേജിലാണ്. എനിക്കൊരു ടേംസ് പോലും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ രാത്രിയായിരുന്നു. അപ്പോൾ എൻ്റെ സാധാരണ ആപ്ലിക്കേഷനൊക്കെ അയക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ ചേച്ചിയാണ്. അപ്പോൾ ചേച്ചി കുഞ്ഞുങ്ങളെയൊക്കെ ഉറക്കിയ ശേഷം രാത്രി വന്ന് നോക്കിയപ്പോഴും ചേച്ചിക്കും പറ്റുന്നില്ല. ആപ്ലിക്കേഷൻ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് ബൈബിളിൽ നിന്നൊരു വചനം ലഭിച്ചു. കർത്താവെ, അങ്ങ് എനിക്ക് സമാധാനം നൽകുന്നു, കാരണം എൻ്റെ പ്രവൃത്തികളെല്ലാം അങ്ങാണല്ലോ ചെയ്യുന്നത്. അങ്ങനെ ഒരു വചനം ലഭിച്ചു. അപ്പോൾ തന്നെ എനിക്ക് മെയിൽ വന്നിരിക്കുകയാണ്. പ്രൊഫസറിൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, പോസ്റ്റ് ഡോക് ഫെലോയാണ് മിനുവിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഞാൻ മിനുവിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആ സ്റ്റുഡൻറ്റ് എനിക്ക് വേണ്ടി ആപ്ലിക്കേഷൻ വളരെ ഭംഗിയായിട്ട് സബ്മിറ്റ് ചെയ്ത് അതിനുശേഷം എന്നോട് പറഞ്ഞു, ഞാനിപ്പോൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുമ്പോൾ ദൈവം അതിന് വളരെ ദൈവം അതിനെ സ്വീകരിക്കുന്നുണ്ട്, ദൈവത്തിന് അത് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണെന്ന് എന്നെ എപ്പോഴും അറിയിക്കാറുണ്ട്. ഞാൻ എന്ത് കാരുണ്യ പ്രവൃത്തി ചെയ്യുമ്പോഴും ഞാൻ വീട്ടിൽ വരുമ്പോൾ ഒരു വലിയൊരു അത്ഭുതം നടന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ വൃദ്ധസദനത്തിൽ പോയി അമ്മമാരുടെ ഒപ്പം അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ എൻ്റെ വീട്ടിലും ഞാനും പപ്പയും അമ്മയും കൂടി ഉണ്ടാക്കി. എന്നിട്ട് അവരോടൊപ്പം ഒരുപാട് നേരം ചിലവഴിച്ച് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴേക്കും എനിക്ക് പ്രൊഫസർ മെയിൽ വന്നിരിക്കുകയാണ്, മിനുവിന് ആ പൊസിഷൻ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് കൺഫേം ചെയ്യാൻ പറ്റില്ല, കാരണം യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു മെയിൽ വരണം, എങ്കിലും മാത്രമേ അത് കൺഫേം ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉടനെ തന്നെ മെയിൽ വരുന്നത് ഞാനിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പക്ഷേ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മെയിൽ വരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ചധികം നാൾ കഴിഞ്ഞു. അപ്പോൾ എനിക്കൊരു ഞാനിങ്ങനെ ബൈബിളിൽ വായിക്കുന്ന സമയത്ത് എനിക്ക് നാമാൻ്റെ രോഗശാന്തി എനിക്ക് ലഭിച്ചു. അതിൽ പറയുന്നത് എലീശ പ്രവാചകൻ ജോർദാനിൽ 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കാൻ നാമാനോട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ നാമാൻ അത് ചെയ്യാതെ മടങ്ങി. അപ്പോൾ ആ ഒരു വചനം എനിക്ക് ലഭിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പ്രവൃത്തിയിൽ എവിടെയോ അപാകത സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി എൻ്റെ എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രവൃത്തി ചെയ്യണം. അതേപോലെ തന്നെ ഞാൻ റെഡ്യൂസ് ടു 0 ആകണം. അപ്പോൾ ഞാൻ വൃദ്ധസദനത്തിൽ പോയി ഞാൻ അവിടെ എല്ലാം ക്ലീൻ ചെയ്തു. എന്നിട്ട് അവരുടെ ശുചിമുറികളൊക്കെ കഴുകി. ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴേക്കും എനിക്ക് മെയിൽ വന്നിരിക്കുകയാണ്. ഞാൻ പിന്നെ വേറൊരു കാര്യം പറഞ്ഞിരുന്നു, എൻ്റെ അമ്മയായിരിക്കണം എന്നെ കോൺടാക്ട് ചെയ്തിരിക്കുന്നത്. യൂണിവേഴ്സിറ്റിയിൽ എന്നെ കോൺടാക്ട് ചെയ്യുന്ന എൻ്റെ അമ്മയായിരിക്കണം. എനിക്ക് ലഭിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ എന്നെ കോൺടാക്ട് ചെയ്യണം. അപ്പോൾ എനിക്കൊരു മെയിൽ വന്നിരിക്കുകയാണ്, ഹായ് മിനു, ദിസ് ഇസ് മരിയ ഫ്രം യൂണിസാർ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതേപോലെ തന്നെ ഈ വേക്കൻസി എനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്, ഈ നോട്ടിഫിക്കേഷൻ തന്നെ ചെയ്തിരിക്കുന്നത് റോസ മരിയ. അപ്പോൾ അങ്ങനെ എനിക്കൊരു മെയിൽ വന്നിരിക്കുകയാണ്. എന്നിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്തോളാൻ പറഞ്ഞു. വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് PCCയുടെ ഇത് 29-നാണ്, 29-ാം തീയതി കിട്ടുള്ളൂ. അപ്പോൾ 29-ാം തീയതി മാർച്ച് 29-ന്. അപ്പോൾ അത്രയും ദിവസം കഴിയുമ്പോഴേക്കും അതിലെൻ്റെ ഒരു സർട്ടിഫിക്കറ്റ്, എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നിരിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കാലാവധി തീരും. അപ്പോൾ എനിക്ക് അതിന് മുന്നേ ലഭിക്കണം. അപ്പോൾ മാർച്ച് 13-ാം തീയതി ഞാൻ അങ്ങനെ എനിക്ക് നേരിട്ട് ചെന്ന് കഴിഞ്ഞാൽ ലഭിക്കുമെന്ന് ഒരു അക്ഷയയിൽ ചെന്നപ്പോൾ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എൻ്റെ ഫോണിൽ ബൈബിളുണ്ട്. ഞാൻ ബൈബിളെടുത്ത് തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും കിട്ടുന്നൊരു ഉറപ്പില്ല. അപ്പോൾ എനിക്ക് വചനം ലഭിച്ചു, ഞാൻ മലകൾ നിരപ്പാക്കുകയും പിച്ചളവാദികൾ തകർക്കുകയും ഇരുമ്പോടാമ്പലും ഒടിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ വചനം ലഭിച്ചു. അപ്പോൾ എനിക്ക് ഉറപ്പായി ഇന്ന് എന്തെങ്കിലും സംഭവിക്കും. പിറ്റേ ദിവസം രാവിലെ വരാൻ പറഞ്ഞു. അന്ന് തന്നെ എൻ്റെ PCC എനിക്ക് ലഭിച്ചു. PCC ലഭിച്ച ശേഷം പിന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ കൃപാസനത്തിൽ വന്നിട്ട് എനിക്ക് മുംബൈ കോൺസുലേറ്റിൽ പോയിട്ടായിരുന്നു എൻ്റെ ഈ വിസയുടെ ഇൻ്റർവ്യൂ. അപ്പോൾ ഞാൻ ഹിന്ദി പത്രം മേടിച്ചു, അതേപോലെ മലയാളം പത്രം ഞാൻ പ്രാർത്ഥനാപൂർവ്വം കൊടുത്തു. എന്നിട്ട് ഞാൻ മുംബൈയിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും അവിടെ എല്ലാവരോടും അറിയാത്തവരോടൊക്കെ വളരെ നന്നായിട്ട് മാതാവിനെക്കുറിച്ചൊക്കെ എനിക്ക് പറയാൻ പറ്റി. എന്നിട്ട് ഞാൻ അവർക്ക് എല്ലാവർക്കും ഹിന്ദി പത്രം കൊടുത്തു. അങ്ങനെ എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പിന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോഴേക്കും നോ റെക്കോർഡ് ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അന്ന് മാർച്ച് 19-ാം തീയതി അന്ന് ഔസ്യപിതാവിൻ്റെ ഊട്ടുതിരുന്നാളാണ്. അപ്പോൾ നിത്യസഹായ മാതാവ് പള്ളിയിൽ ഞാൻ പോയി. അപ്പോൾ ഞാൻ പള്ളിയിൽ പ്രവേശിച്ചിട്ട് ഞാൻ ഔസ്യപിതാവിനോട് പറഞ്ഞു, പിതാവ് എനിക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അമ്മയും ഔസ്യപിതാവും കൂടി പോയിട്ടൊന്ന് അന്വേഷിക്കുമോ, എന്താണ് എൻ്റെ വിസയ്ക്ക് സംഭവിച്ചിരിക്കണമെന്ന് അന്വേഷിക്കുമോ എന്ന് ഞാൻ ചോദിച്ചു. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലെത്തിയപ്പോൾ 1 മണിയായി. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത് ഏകദേശം ഒരു 12:30 ടൈമിലായിരിക്കും. അപ്പോൾ എനിക്കൊരു മെയിൽ വന്നിരിക്കണം, ഇതിന് പോസിറ്റീവ് റെസ്പോൺസാണ് ലഭിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാവും ഔസ്യപിതാവും അമ്മയും കൂടി പോയിട്ട് അന്വേഷിച്ചിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് ആ വിവരം അറിയിച്ചു തന്നെ. എന്നിട്ട് പിന്നെ അതിനുശേഷം എനിക്ക് പിന്നെ മറ്റനുഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ എനിക്ക് വിസ ലഭിച്ചു. പിന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇതേപോലെ 11:30 തന്നെ ഞാൻ കൃപാസനത്തിലെ ധ്യാനം ഞാൻ പങ്കെടുക്കും. അപ്പോൾ എനിക്ക് 11 കാലം കഴിഞ്ഞപ്പോഴേക്കും ഒരു വല്ലാത്തൊരു ഉറക്കം വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എന്നൊന്ന് വിളിച്ചേക്കണം. എൻ്റെ മനസ്സിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കറക്റ്റ് 11:28 ആയി കഴിഞ്ഞപ്പോഴേക്കും
എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലൊരു ബെല്ലുണ്ട്. ബെല്ലിൽ നിന്ന് ശബ്ദം കേട്ടു, മണിനാഥം കേട്ട് ഞാൻ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ബെല്ലിന് ഒരു അനക്കമില്ല. പക്ഷെ ഞാൻ കേട്ടത് ഇവിടെ അടിക്കുന്ന മണിയുടെ ശബ്ദമാണ് ഞാൻ കേട്ടത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മാതാവ് എൻ്റെ ഒപ്പം തന്നെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ എടുക്കുന്ന തീരുമാനം മാതാവിൻ്റെ ഇഷ്ടത്തോടെയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ബൈബിൾ എടുത്തപ്പോഴേക്കും വാഗ്ദാന പേടകം ജനങ്ങളുടെ മുൻപേ പോകും എന്നുള്ള ജോഷുവയുടെ വചനം 3-ാം അധ്യായം 14-ാം വാക്യം എനിക്ക് ലഭിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മാതാവിൻ്റെ പദ്ധതികൾ തന്നെയാണ്. പക്ഷേ ഞാൻ ഉടമ്പടിയിൽ തന്നെ ഉറപ്പായിട്ടും ജീവിക്കും. എനിക്ക് ജീവിതകാലം മുഴുവൻ ഉടമ്പടിയിൽ തന്നെ ജീവിക്കണം എന്നാണ്. കാരണം ഞാൻ ഈശോയെ ഇപ്പോൾ അത്രയധികം സ്നേഹിക്കുന്നത്. എനിക്ക് മറ്റാരെങ്കിലും ഞാൻ ഈശോയെ ഇപ്പോൾ സ്നേഹിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ എനിക്ക് എൻ്റെ ഒരു റിലേറ്റീവ്, അവർ ഹസ്ബൻഡും വൈഫും 90 ദിവസമായിട്ട് പിരിഞ്ഞ് ജീവിക്കുകയാണ്. അപ്പോൾ ഹസ്ബൻഡിന് പിന്നെ ഒരു സൂയിസൈഡ് ടെൻഡൻസി വരാൻ തുടങ്ങി. എപ്പോഴും വീട്ടിൽ വരും. ഞാനപ്പോഴേക്കും ഞാനും അമ്മയും കൂടി പോയിട്ട് അവരുടെ വീട്ടിൽ ഞാൻ ഉപ്പിട്ടൊക്കെ പ്രാർത്ഥിച്ച്. ഇപ്പോൾ ആ ചേച്ചിയും ചേട്ടനും നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നു. പിന്നെ അതിനുശേഷം എൻ്റെ വീടിൻ്റെ അടുത്തൊരു ചേച്ചി ക്രൈസ്തവയാണ്. അവർക്ക് കാലിന് അസഹനീയമായൊരു വേദന വന്നിട്ട് അവർ സഹിക്കാൻ പറ്റാതെ അവർ നിലവിളിക്കുക. അപ്പോൾ ഞാനും അമ്മയും കൂടി പോയിട്ട് ഞാൻ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ അവർ എന്നോട് പറഞ്ഞ് മോളെ കുറവുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞത് എൻ്റെ പ്രവൃത്തിയല്ല, ഇത് മാതാവിൻ്റെ പ്രവൃത്തിയാണ്, മാതാവിലാണ് വിശ്വസിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞ്. പക്ഷേ അവർക്ക് അതിന് മുന്നേ തന്നെ കൃപാസന മാതാവിനെ അറിയാം. കാരണം ഇതിന് മുന്നേ അവർക്ക് ഇതേപോലെ വേദന വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരു അമ്മാമ്മ വന്നിട്ട് തൈലം പുരട്ടി പ്രാർത്ഥിച്ചതാണ്. അവരുടെ കയ്യിൽ ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ അമ്മയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം എൻ്റെ വീട്ടിലൊരു ദിവസം ഈ ചേച്ചി വന്നു. ഈ ചേച്ചി വന്നിട്ട് എന്നോട് പറഞ്ഞ് എനിക്ക് തൈലം പുരട്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ കാലിനൊരു മരവിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ താഴെ നിലത്തിരുന്ന് ഞാൻ തൈലം പുരട്ടി പ്രാർത്ഥിച്ച ശേഷം അവർ പറയാം അവർക്കൊരു കുളിര് ഫീൽ ചെയ്യണം, അവർ വീട്ടിലെത്തണ വരെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവരെന്നോട് പറഞ്ഞു. അതേപോലെ ഞാൻ കാരുണ്യപ്രവർത്തികൾ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ പ്രേക്ഷിത പ്രവർത്തികളും. പിന്നെ പ്രേക്ഷിത പ്രവർത്തികളിൽ എനിക്കൊരു അനുഭവം ഉണ്ടായത്, ഞാൻ എൻ്റെ വീടിൻ്റെ പരിസര പ്രദേശങ്ങളിലെല്ലാം കൊടുക്കും. പക്ഷേ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പ്രദേശത്ത് കൊടുക്കാൻ എനിക്കൊരു ധൈര്യക്കുറവുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ മാതാവ് ഇങ്ങനെ തോന്നിക്കുകയാണ്, ഉറപ്പായിട്ട് നീ ജംഗ്ഷനിലുള്ളവർക്ക് കൊടുക്കണം. പക്ഷേ ഞാൻ പള്ളിയിൽ നിന്ന് എപ്പോഴും പത്രം കിട്ടും. പക്ഷേ വീട് എത്തുന്നതിന് മുന്നേ പത്രം തീരും. എനിക്ക് ജംഗ്ഷനിൽ അങ്ങനെ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു റിലേറ്റീവ് ഇങ്ങനെ തളർന്നു കിടക്കുന്ന ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ഞാൻ ആ കുട്ടിയുടെ വീട്ടിൽ പോയി തിരിച്ച് വരുന്ന വഴിക്ക് ഞാൻ ഒരു കപ്പേളിൽ കയറി കഴിഞ്ഞപ്പോഴേക്കും ഫ്രണ്ടിൽ കുറേ കൃപാസനപത്രം ഇരിക്കണം. ഞാനപ്പോൾ അത് കയ്യിലെടുത്ത്, അപ്പോൾ അത് മാതാവിൻ്റെ പദ്ധതിയാണ്. ഞാൻ ജംഗ്ഷൻ വഴിയാണ് പോകുന്നത്, അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മാതാവിൻ്റെ പദ്ധതിയാണ്. അപ്പോൾ മാതാവ് എത്രമാത്രം ഓരോരുത്തരെ സ്നേഹിക്കണത് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കറക്റ്റ് എനിക്ക് അവിടെ എത്തിയപ്പോഴേക്കും എനിക്ക് കയ്യിൽ തന്നേക്കാണ്. ഞാൻ എല്ലാവർക്കും ധൈര്യപൂർവ്വം പറഞ്ഞു കൊടുക്കുകയും അറിയാത്തവരോട് പറയുകയും ചെയ്തു. പിന്നെ എനിക്ക് മനസ്സിലായത് ഉടമ്പടി എന്ന് പറയുന്നത് അതിൽ ഏറ്റവും കാതലായിട്ടുള്ള കാര്യം പ്രേക്ഷിത പ്രവർത്തനം. അതേപോലെ അത് ഉടമ്പടിയിൽ നിലനിൽക്കണമെങ്കിൽ നമ്മൾ കാരുണ്യ പ്രവർത്തികൾ തീർച്ചയായിട്ടും ചെയ്യണം. ഈ വരുന്ന ഏപ്രിൽ 17-ാം തീയതി ഞാൻ സ്പെയിനിലേക്ക് പോവുകയാണ്. എനിക്ക് വിസ വന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.